വെൽക്കം ടു സിംപ്ലിഫൈങ് ലോ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എക്സെപ്ഷൻസ് ടു മർഡർ ആണ്. എക്സെപ്ഷൻസ് ടു മർഡർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതെന്താവും? കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ ആവും. നമുക്ക് 5 എക്സെപ്ഷൻസ് ആണുള്ളത്. ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ, exceeding the right of private defense, exceeding lawful exercise of power, sudden fight, death by consent. ഇനി നമുക്ക് ഈ 5 എണ്ണത്തിൻ്റെയും ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയി നോക്കാം. ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ എന്തൊക്കെയാണ് കണ്ടീഷൻസ് നോക്കിയാലോ? മസ്റ്റ് നോട്ട് ബി വോളണ്ടിയർലി ഡൺ, അതായത് വോളണ്ടിയർലി ആയിട്ട് സ്വയം ഇഷ്ടപ്രകാരം ചെയ്തത് ആവരുത്. ഒരു ലോഫുൾ ആക്റ്റിൽ നിന്നാവരുത് അത് അറൈസ് ചെയ്തത്, അതായത് പബ്ലിക് സർവൻസിൽ നിന്നോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഡിഫൻസിൻ്റെ ഭാഗമായിട്ടോ ഒന്നും ആവരുത്. ഇതിൽ വരുന്നൊരു കേസാണ് KM നാനാവതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. ഇതിൽ നാനാവതി ഒരു നേവൽ ഓഫീസർ ആയിരുന്നു. ഈ നാനാവതിക്ക് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡിന് വേറൊരു റിലേഷൻ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച സമയത്ത് അദ്ദേഹത്തിനോട് പോയി ചോദിച്ചപ്പോൾ പ്രവോക്കിംഗ് ചെയ്യുന്ന രീതിയിലായിരുന്നു മറുപടി. അങ്ങനെ നാനാവതി ഷോട്ട് ചെയ്തു. പക്ഷേ എങ്കിൽ പോലും കോടതി പറഞ്ഞത് ഇത് ഡിഫൻസ് ഓഫ് സഡൻ പ്രവോക്കേഷൻ അല്ല എന്നും അത് റിജക്റ്റ് ചെയ്ത് മർഡറിൻ്റെ അണ്ടറിൽ പണിഷ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം ഷി വാസ് എ നേവൽ ഓഫീസർ. അപ്പോൾ അവിടെ പ്രവോക്കേഷനും ഗ്രേവിനും കൺസിഡർ ചെയ്യില്ല, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് എക്സീഡിങ് ദ റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്നത്. അതായത് പ്രൈവറ്റ് ഡിഫൻസിൻ്റെ ലിമിറ്റ് എക്സീഡ് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. കണ്ടീഷൻസ്: പ്രൈവറ്റ് ഡിഫൻസിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ആക്ട് നടന്നിട്ടുണ്ടാവുക, ഗുഡ് ഫെയ്ത്ത് ഉണ്ടാവണം, പവർ എക്സീഡ് ചെയ്തിട്ട് ഡെത്ത് കോസ് ആയിട്ടുണ്ടാവണം, അവിടെ സ്പെസിഫിക് ആയിട്ട് ഒരു ഇൻറ്റൻഷൻ ഉണ്ടാവാൻ പാടില്ല എന്നുണ്ട്, ഭയങ്കരമായിട്ടുള്ള ഹാം കോസ് ചെയ്യാൻ പാടില്ല ഇൻറ്റൻഷനോട് കൂടി. റഫീഖ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. ഈ കേസിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കെ എന്ന് പറയുന്ന ആൾ ആർ എന്ന് പറഞ്ഞ ഒരാളിനെ വെച്ച് അടിക്കാൻ പോയി. ആ സമയത്ത് ആറ് കത്തി കൊണ്ട് കുത്താൻ വന്നു. അങ്ങനെ കുത്താൻ വന്ന സമയത്ത് ഈ കെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ആറിൻ്റെ ഹാർട്ടിൽ സ്റ്റാബ് ചെയ്യാണ് ചെയ്തത്. പക്ഷേ അതെന്താണ്? പ്രൈവറ്റ് ഡിഫൻസ് ആണ് നമ്മൾ മനസ്സിലാക്കിയിട്ട് എക്സീഡിങ് ആണെങ്കിൽ പോലും നമ്മൾ കൺസിഡർ, ഹെൻസ് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് കൾപ്പബിൾ ഹോമിസൈഡ്. Thank you for joining me. I hope you found it helpful. Don't forget to like and subscribe for more law related contents. Thank you.